സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഏതൊക്കെ നേതാക്കൾക്കൊപ്പമാണ് ഷൗക്കത്ത് എത്തിയിരിക്കുന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുടെ ആദ്യ നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. ആദ്യം സമർപ്പിച്ചത് ഈ തമിഴ്നാട് സ്വദേശി, സേലം സ്വദേശിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. അത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് UDF നേതാക്കൾക്കൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. DCC പ്രസിഡന്റ് VS ജോയി, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, മുസ്ലിം ലീഗ് നേതാവും MP-യുമായ PV അബ്ദുൽ വഹാബ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തേടം, VA കരീം തുടങ്ങിയ നേതാക്കൾക്ക് ഒപ്പമാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ണായി നിലമ്പൂർ മാറിക്കഴിഞ്ഞു. അവിടെ മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് VS ജോയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ചയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. നിലമ്പൂർ തഹസിൽദാറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ സിന്ധുവിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇതിനുള്ള പണവും മറ്റ് രേഖകളുമെല്ലാം തന്നെ ഇപ്പോൾ ഈ തഹസിൽദാർക്ക് മുൻപിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്.